ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം ഉടൻ നടക്കും. ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, മന്ത്രി പി രാജീവ്, ഹൈബീഡൻ, ബെന്നി ബെഹ്റാൻ, നടൻ ജയസൂര്യ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേർന്നു. നവമി, വിവിധ മേഖലകളിലെ പ്രമുഖരെല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തുന്നു. കേരളം ഒറ്റക്കെട്ടായി തന്നെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയാണോ? അപർണ, ഇപ്പോൾ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ വീടിനുള്ളിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ ആദരവുണ്ടാകും. അത് കഴിഞ്ഞായിരിക്കും 12:30 തന്നെ പൊതുശ്മശാനത്തിലേക്ക്, ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ രാമചന്ദ്രന് നാട് വിട നൽകണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതിക്കായുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഒരു നാട് രാമചന്ദ്രന് വിട പറയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപി MP, വി മുരളീധരൻ, ഇതോടൊപ്പം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ്, ജില്ലാ കളക്ടർ എന്നിവർ ഇപ്പോൾ വീട്ടിലുണ്ട്. രാവിലെ മുതൽ തന്നെ മന്ത്രി പി രാജീവും കളക്ടറും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശന സമയത്ത് മുതൽ അവർ ഒപ്പമുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മൃതദേഹം വിലാപയാത്രയോടുകൂടിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവിധത്തിലുള്ള അർഹിക്കുന്ന പരിഗണനയും നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു നാട് മുഴുവനും അദ്ദേഹത്തിന് വിട നൽകുന്നത്. കണ്ണീരോടെ അല്ലാതെ ആർക്കും ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല. കാരണം അത്രയേറെ പ്രിയപ്പെട്ട ഒരു ആളെയാണ് ഇവർക്ക് നഷ്ടമായിരിക്കുന്നത്. ഒരു കുടുംബത്തിനോ നാടിനോ മാത്രമല്ല, എല്ലാവരിലും ഏറെ വേദനയുണ്ടാക്കിയ വാർത്ത തന്നെയാണ് രാമചന്ദ്രന്റെ വിട. അത് അദ്ദേഹം മരിച്ച ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ മലയാളി കൂടിയുണ്ടെന്നറിഞ്ഞപ്പോൾ നമുക്ക് ഒരല്പം വേദന കൂടി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. എന്തായാലും ഇപ്പോൾ സർക്കാരിന്റെ ആദരവിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വീടിനുള്ളിൽ മതപരമായിട്ടുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ആദരം ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. പൊതുശ്മശാനത്തിൽ വെച്ചായിരിക്കും എന്നുകൂടിയാണ് അറിയിക്കുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള അംഗീകാരവും നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുന്നത്. ഇവിടെ എത്തിയവരെല്ലാവരും, അത് ഇടപ്പള്ളിയിൽ നിന്നുള്ള അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടേക്ക് എത്തിയത്. കാരണം അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹത്തെ പരിചയമുള്ളവരോ ഇല്ലാത്തവരോ എല്ലാവരും ഇവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് നമുക്ക് അറിയാം. അത്രയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാക്കുമ്പോൾ ആ കുടുംബത്തിന് ഒരു താങ്ങായും അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്കായി നമ്മൾ ഇവിടെ എത്തണം. നമ്മൾ ഈ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകണം എന്നൊരു സന്ദേശം കൂടിയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും നൽകുന്നത്. രാവിലെ ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ഈ പൊതുദർശനത്തിൽ കേരള ഗവർണർ, ഗോവ ഗവർണർ, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ, സിനിമാ താരമായ നടൻ ജയസൂര്യ, അത് മറ്റ് ഇസ്ലാം മത പള്ളികളിൽ നിന്നുള്ളവരും ഹിന്ദു മത പണ്ഡിതന്മാരടക്കമുള്ളവർ ഇവിടെ എത്തി. അങ്ങനെ ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു ഭേദവും ഇല്ലാതെ നമ്മൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി തന്നെ ഇതിന് പോരാടണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരന് നഷ്ടമാകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഒപ്പമുണ്ടാകണം, ആ കുടുംബത്തിന് നമ്മൾ ഉണ്ടാകണം എന്നൊരു സന്ദേശം കൂടിയാണ് ഈ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുശ്മശാന സമയത്ത്, ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശന സമയത്ത് നമ്മൾ കണ്ടത്. അങ്ങനെ രാമചന്ദ്രന്, പ്രിയപ്പെട്ട രാമചന്ദ്രൻ ചേട്ടൻ, ഈ നമ്മൾ തുടക്കം അദ്ദേഹം മരിച്ച സമയത്ത് മുതൽ നമ്മൾ ഇവിടെ വന്ന നാട്ടുകാരോടൊക്കെ പ്രതികരണം തേടുമ്പോൾ അവരെല്ലാവരും പറയുന്നത് അത്ര ഒരു ഒരാളോട് പോലും ശത്രുത കാണിക്കാത്തൊരു മനുഷ്യനായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നു, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, ഇടപ്പള്ളിയിലെ എല്ലാ പരിപാടികളും, ചങ്ങമ്പുഴ പാർക്കിലെ സാംസ്കാരിക പരിപാടികളിലെല്ലാം മുൻപന്തിയിൽ രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ അത് പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു. ഓരോ ഘട്ടത്തിൽ അമ്പലത്തിലെ ഉത്സവത്തിനായിക്കോട്ടെ എല്ലാത്തിനും, എല്ലാ ഭാരവാഹിയായിട്ടും ഒക്കെ രാമചന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്ന ആളായിരുന്നു. ഈ വിനോദയാത്ര പോകുന്നതിന്റെ തലേ ദിവസം പോലും അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ തന്റെ സുഹൃത്തുക്കളോട് വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്, മകൾ വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്, മകളും പേരക്കുട്ടികളുമായിട്ട് ഞങ്ങളിങ്ങനെ കശ്മീരിലേക്ക് ഒരു വിനോദയാത്ര പോവുകയാണെന്ന് സന്തോഷത്തോടെ പറഞ്ഞു
പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. പക്ഷേ പിന്നീട് കേൾക്കുന്ന വാർത്ത രാമചന്ദ്രനെ ഭീകരർ കൊലപ്പെടുത്തിയെന്നാണ്. ആ നടുക്കത്തിൽ തന്നെയായിരുന്നു ഈ നാട് മുഴുവനും. ഇവിടേക്ക് എത്തിയവരൊക്കെ ഒന്ന് സംശയിച്ചു, രാമചന്ദ്രന് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചതെന്നറിയാതെ നടുക്കത്തിലിരുന്ന ആളുകളെ നമ്മളിവിടെ കണ്ടതാണ്. സ്വന്തം സുഹൃത്തിനെ നഷ്ടപ്പെട്ട വേദന പറഞ്ഞറിയിക്കാൻ പോലും കഴിയാതെ ആളുകൾ ഇവിടെ കരഞ്ഞുകൊണ്ട് ഓടി വന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാവർക്കും വലിയ പ്രിയപ്പെട്ട ഒരാളെ കൂടിയാണ് നഷ്ടമാകുന്നത്. അതിനപ്പുറത്തേക്ക് സ്വന്തം മകളുടെ മുന്നിൽ വെച്ച്, മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ചാണ് ഈ ഭീകരർ ഈ കൊടും ക്രൂരത ചെയ്തത്. അതിന് പോലും സാക്ഷ്യം വഹിക്കേണ്ടി വന്ന മകളുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, തന്റെ മക്കളെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെയും ചേർത്ത്, ഇരട്ട കുട്ടികളായ 2 ആൺകുട്ടികൾ, 8 വയസ്സ് മാത്രമേ ഉള്ളൂ, നിലവിളിക്കുന്ന ആ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളമാണ് മകൾ ആരതി ഓടി രക്ഷപ്പെട്ടത്. അപ്പോഴും തന്റെ അച്ഛൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു. സ്വന്തം അമ്മയോട് പോലും ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. അമ്മ അറിയാതെ ആരതി അത് ശ്രദ്ധയോടെ കൂടി തന്നെ അമ്മ അറിയാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഇവിടേക്ക് എത്തുന്നതിനും നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്നതിന്, എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുൻപാണ് അമ്മയോട് ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ആ മകളുടെ ധീരത നമ്മൾ ഇന്നലെ കണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്ന് ആ ആരതി നെഞ്ചു തകർന്നുകൊണ്ട് ആ മൃതദേഹത്തിനരികിൽ നിന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമ്മളെ എല്ലാവരുടെയും കണ്ണുകൾ നിറയ്ക്കുന്നതായിരുന്നു. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെ എത്തിയ ഓരോരുത്തരും രാമചന്ദ്രന്റെ മൃതദേഹത്തിന് മുന്നിൽ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഭീകരതയ്ക്കെതിരെ പോരാടുക എന്ന സന്ദേശം ഉയർത്തി വിളിച്ചുകൊണ്ടാണ് എല്ലാവരും അവിടെ എത്തി മുദ്രാവാക്യം വിളിച്ച് കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിച്ച് മടങ്ങിയത്. ആ കുടുംബത്തെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയാണ്. സന്തോഷത്തോടെ ഉത്സാഹത്തോടെ പോയ ഒരു വിനോദയാത്ര അതിന്റെ അവസാനം ഇത്രയും വലിയൊരു ദുരന്തമാകും, ഇത്രയും വലിയൊരു കണ്ണീരിലേക്കായിരിക്കും ആ കുടുംബം വീഴുക എന്ന ഒരു നിമിഷം പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെ അവരെയൊക്കെ വേദനയിലാഴ്ചക്കൊണ്ട് അവരുടെ പിതാവ്, ഭർത്താവ്, സഹോദരൻ വിട വാങ്ങുമ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ദുരന്തം തന്നെയാണ്. അവർക്ക് തീരാ നോവായി തന്നെ അങ്ങനെ ജീവിതാവസാനം വരെ അവരെ അത് ആ വേദനയിൽ തന്നെ അവർ ഇനി ജീവിക്കുകയും ചെയ്യും. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ, രാമചന്ദ്രന്റെ പേരക്കുട്ടികൾ മൃതദേഹം എത്തിച്ചപ്പോൾ ആ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങൾ കണ്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. കാരണം ആ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇത്രയും ക്രൂരത ഈ ഭീകരർ ചെയ്തത്. ആ കുട്ടികൾ അതിന്റെ ഒരു ഞെട്ടലിൽ നിന്നും അവർ മുക്തരാകുന്നതേ ഉള്ളൂ. അങ്ങനെ വലിയൊരു ദുരന്തം തന്നെയാണ് ആ കുടുംബത്തെ, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ദുരന്തം തന്നെയാണ്, വേദന തന്നെയാണ് ആ കുടുംബത്തെ തേടിയെത്തിയതും. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആദരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ തയ്യാറായിരിക്കുന്നു. മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ വീടിനുള്ളിൽ പുരോഗമിക്കുകയാണ്. അതിന് സുരേഷ് ഗോപി എംപിയും വി മുരളീധരനും മന്ത്രി പി രാജീവും ജില്ലാ കളക്ടറും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ആദരം, പൂർണ്ണ ഔദ്യോഗിക ബഹുമതി അത് പൊതുശ്മശാനത്തിൽ എത്തിയിട്ടായിരിക്കും നൽകുക. എന്തായാലും വലിയൊരു വേദനയിൽ തന്നെയാണ് ഒരു നാട് ആകെ. രാമചന്ദ്രനെ അവസാനമായി കാണാൻ ആയിരങ്ങളാണ് ചെങ്ങമ്പുഴ പാർക്കിലേക്ക് ഒഴുകിയെത്തിയത്. സമയം 9:30 തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുവെങ്കിലും അത് വീണ്ടും അരമണിക്കൂറോളം നീളുന്ന സാഹചര്യം. കാരണം അത്രയേറെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ എത്തിയത് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ ഭീകരരുടെ കൊടും ക്രൂരതയ്ക്ക് ഇരയായ വ്യക്തിക്ക് നമ്മൾ അവസാനമായി നമ്മൾ അദ്ദേഹത്തിന് ഒരു ആദരം നൽകണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിട്ട് പോലും ചടങ്ങ് കൃത്യസമയത്ത് നടത്താൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. വീട്ടിലേക്കും ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വി മുരളീധരൻ ഇവിടെ എത്തുകയും അദ്ദേഹം ഇപ്പോൾ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. അതിനുശേഷമായിരിക്കും പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. 12 മണിക്ക് സംസ്കാരം നടത്തണമെന്നായിരുന്നു കുടുംബം തീരുമാനിച്ചത്. കാരണം എംബാം ചെയ്ത മൃതദേഹമാണ്. 2-3 ദിവസം കഴിഞ്ഞു. ഇനിയും സൂക്ഷിക്കുന്നത് മൃതദേഹത്തോട് തന്നെ ചെയ്യുന്ന ഒരു അനാദരവാണെന്ന് കാട്ടിക്കൊണ്ട് കുടുംബം എത്രയും പെട്ടെന്ന് സംസ്കരിക്കണമെന്ന് പറഞ്ഞുവെങ്കിൽ പോലും ആളുകളുടെ ഈ തിരക്ക്, അവസരമായി കാണാനുള്ള ഈ തിരക്ക് കാരണം കുടുംബത്തിന് പോലും അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്തായാലും വേഗം ചടങ്ങുകൾ പൂർത്തിയാക്കി സംസ്കരിക്കാമെന്നൊരു നിലപാടിലാണ് കുടുംബവും നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള
അവസാനവട്ട ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെ രാമചന്ദ്രന് നമ്മുടെ നാട് അദ്ദേഹത്തിന് വിട നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഒരുക്കി കഴിഞ്ഞു. അങ്ങനെ പൂർണ്ണ അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണനയോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ ഒരു കൊടും ഭീകരതയുടെ ഇരയാക്കപ്പെട്ട അദ്ദേഹത്തിന് നമ്മളാൽ കഴിയുന്ന എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ ആദരവും നൽകിക്കൊണ്ട് തന്നെ നമ്മൾ രാമചന്ദ്രന് വിട നൽകുകയാണ്. അപർണ. നവമി ദിനേശ് വിവരങ്ങൾ നൽകുന്നത്. ഇടപ്പള്ളിയിൽ ചടങ്ങുകൾ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകും. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ നൽകുന്നു. നവമിയിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക്.